മനുഷ്യർ വിതയ്ക്കുന്നത് കൊയ്യും, അവനവൻ വിതയ്ക്കുന്നത് കൊയ്യും എന്ന് നമ്മൾ പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്. അതായത് മനുഷ്യൻ്റെ പ്രവൃത്തിക്കനുസരിച്ചുള്ള ഫലങ്ങൾ ഈ ഭൂമിയിലും സ്വർഗത്തിലും ഒരുക്കി വച്ചിട്ടുണ്ട്. അപ്പോൾ അതിനാണ് മനുഷ്യൻ വിതയ്ക്കുന്നത്, മനുഷ്യൻ കൊയ്യും എന്ന് പറയുന്നത്. വിശുദ്ധ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് രണ്ട് വഴികളെക്കുറിച്ച് കാണുവാൻ സാധിക്കും. പഴയ നിയമപുസ്തകമായ യെരമ്യാ പ്രവചന പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, നീ ഈ ജനത്തിനോട് പറയേണ്ടത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ ജീവൻ്റെ വഴിയും മരണത്തിൻ്റെ വഴിയും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. അപ്പം രണ്ട് വഴികളാണ് പഴയ നിയമ പുസ്തകത്തിൽ ദൈവം മനുഷ്യൻ്റെ ദൈവമക്കളുടെ മുമ്പിൽ വെക്കും. ഒന്ന് ജീവൻ്റെ വഴിയും, രണ്ട് മരണത്തിൻ്റെ വഴിയും. അപ്പോൾ ഈ ജീവനെ കാണിക്കുന്നത് നിത്യജീവനെയാണ്, മരണത്തെ കാണിക്കുന്നത് നിത്യമരണത്തെയാണ്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആയുസ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവിതം നമ്മൾ ഏത് തിരഞ്ഞെടുക്കും, ആ തിരഞ്ഞെടുപ്പിൻ്റെ അനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിലെ ജീവിത വിജയവും സ്വർഗത്തിലെ നമ്മുടെ പ്രതിഫലവും. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് പുതിയ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു എന്താ പറഞ്ഞത് നമുക്ക് നോക്കാം. വിശുദ്ധ മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യം, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഇവിടെ യേശു വ്യക്തമായിട്ട് പറയുന്നു രണ്ട് വഴിയെക്കുറിച്ച്. അതായത് ജീവനിലേക്ക് കടക്കുന്ന വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ള വഴിയാണ്. നാശത്തിലേക്ക് അല്ലെ മരണത്തിലേക്ക് പോകുന്ന വഴി വിശാലമായ വഴിയാണ്. എന്താ അതിൻ്റെ അർത്ഥം? ജീവിതത്തിൽ വരുന്ന ക്ലേശങ്ങളും സഹനങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും സഹിച്ചുകൊണ്ട് പിറുപിറുപ്പില്ലാതെ ദൈവത്തോട് ചേർന്ന് ഒരു ജീവിതം നയിക്കുന്നൊരു വ്യക്തിക്ക് നിത്യതയിൽ സ്വർഗത്തിലെത്തുവാനായിട്ട് സാധിക്കും. അപ്പം ജീവിതത്തിൽ വരുന്ന ക്ലേശങ്ങളും പ്രതികൂലങ്ങളും കഷ്ടങ്ങളും സങ്കടങ്ങളെയും തരണം ചെയ്യുവാൻ ഈ ലോകപ്രകാരം ഒരുപാട് വഴികൾ നമുക്കുണ്ട്. ഉദാഹരണം, മനസ്സിന് ടെൻഷൻ വരുന്നു, മനസ്സിന് അസ്വസ്ഥത വരുന്നു, നമുക്ക് മദ്യപിക്കുവാനായിട്ടുള്ള വഴിയുണ്ട്. ടെൻഷൻ മാറാനായിട്ട്, അസ്വസ്ഥ മാറാനായിട്ട് മദ്യപിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മളതിനെ രക്ഷപ്പെടാൻ വേണ്ടി മന്ത്രവാദി എടുത്തു പോകും, ആഭിചാരം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ക്ലേശങ്ങൾ, ദുരിതങ്ങൾ വരുമ്പോൾ അതിനെ ജയിക്കുവാനായിട്ടുള്ള വഴികൾ നേടുന്ന അനേകരുണ്ട്. അത് വേണം, അത് വേണ്ടെന്നല്ല, പക്ഷേ അത് ദൈവികമായ പദ്ധതിയിൽ കൂടെ ആണെങ്കിൽ നമുക്കതിന് ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഉദാഹരണം, ഒരു സഹനം എന്ന് പറയുന്നത് ദൈവിക സഹനം അല്ല, ദൈവം തന്നിട്ടുള്ള സഹനമാണെങ്കിൽ അതിന് കുറച്ച് സമയത്തെ കാണത്തുള്ളൂ. യോബിൻ്റെ കാര്യം നമുക്കറിയാം. യോബ് സഹിച്ചു. യോബിൻ്റെ പുസ്തകം അവസാന അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യോബ് നഷ്ടപ്പെട്ടതിന് ഇരട്ടി ദൈവം മടക്കി കൊടുക്കുന്നുണ്ട്. അപ്പം സഹനം, ദൈവിക സഹനം, ദൈവം അറിഞ്ഞുകൊണ്ടുള്ള സഹനമാണെങ്കിൽ അതിന് പരിഹാരം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് വിശ്വാസം നഷ്ടപ്പെടുത്തി നമ്മുടേതായിട്ടുള്ള വഴികളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വിശാലമായ വഴിയാണ്. അപ്പോൾ ഏത് നമുക്ക് തിരഞ്ഞെടുക്കാം. നമ്മുടെ എല്ലാ ദിവസങ്ങളിൽ നമ്മുടെ മുന്നിൽ ഈ രണ്ട് വഴിയെ ഉള്ള യാത്രയുടെ അവസരങ്ങൾ ദൈവം നമുക്ക് ഒരുക്കുന്നുണ്ട്. അത് ക്ലേശങ്ങളിലും കൂടെ, പ്രതികൂലങ്ങളിൽ കൂടെ, കഷ്ടങ്ങൾ വരുമ്പോൾ ഏത് വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? കുറച്ച് സഹിച്ചുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം നയിക്കുകയും ഉപവാസിക്കുകയും കരയുകയും ദൈവസന്നിധിയിൽ പോവുകയും ദൈവത്തെ ആരാധിക്കുകയും വിശുദ്ധ ജീവിതമൊക്കെ നയിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ കുറേ ദൈവം മാറ്റിത്തരും. പിന്നെ അതല്ല, ആ വഴിയിൽ കൂടി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൽ സന്തോഷത്തോടെ നമ്മൾ യാത്ര ചെയ്യുക. കാരണം അത് നമ്മളെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വഴിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ചിലർ പറയുന്നത് കേട്ടിട്ടില്ല, അയ്യോ ഒത്തിരി സഹിച്ചു മടുത്തെന്ന് പറയരുത്. സഹിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, സഹിക്കുക. കാരണം അതിന് ദൈവം പ്രതിഫലമുണ്ട്. കാരണം ആ സഹനം ചിലപ്പം 1 മാസത്തേക്കോ 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ ആയിരിക്കാം. അത് കഴിഞ്ഞ് ദൈവം അത് മാറ്റും. അതല്ല, ആ സഹനത്തിൽ കൂടെ നമ്മളെ വിശുദ്ധീകരിച്ച്, ആ സഹനത്തിൽ കൂടെ നമ്മളെ ക്ഷമയുള്ളവരാക്കി തീർത്ത്, താഴ്മയുള്ളവരാക്കി തീർത്ത് നിത്യജീവനിലേക്ക് ദൈവം കടത്തിവിടുന്ന ഒരു അനുഭവമായി മാറും. അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം വെച്ചിരിക്കുന്ന രണ്ട് വഴികൾ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ വിതയ്ക്കുന്നത് കൊയ്യും. അപ്പോൾ അതിന് പൗലോസ് നല്ലൊരു വചനം പറയുന്നുണ്ട്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഏത് വഴി തിരഞ്ഞെടുക്കും,
നമ്മുടെ ക്ലേശങ്ങളുടെ, പ്രതികൂലത്തിൻ്റെ, കഷ്ടനഷ്ടങ്ങളുടെ, വേദനകളുടെ, ദുഃഖത്തിൻ്റെ, നിരാശയുടെ സമയത്ത് പിറുപിറുപ്പാണോ? ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് നമ്മൾ പോകുന്നവരാണോ? പ്രാർത്ഥനയ്ക്ക് ഉപവാസമൊന്നും ഇല്ലാതെ മാറി നിൽക്കുന്നവരാണോ? ദൈവത്തോട് ദേഷ്യപ്പെടുന്നവരാണോ? അങ്ങനെ ഒരു ജീവിതം നയിക്കാതെ ദൈവഹിതത്തിന് വേണ്ടി നമ്മൾ ദൈവസ്ഥയിൽ താഴ്മയോട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും നന്ദി പറയുകയും ദൈവത്തോട് ചേർന്നിരിക്കുകയും വചനം പഠിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നിത്യജീവനിലേക്ക് കടക്കുവാനായിട്ട് സാധിക്കും. ഇതാണ് ഈ രണ്ട് വഴികൾ നമ്മുടെ മുന്നിൽ ഏത് സമയവും എപ്പോഴും പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ വഴിയാകുന്ന ജീവൻ്റെ വഴി തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ എടുക്കുവാതിലിൻ്റെ വഴി തിരഞ്ഞെടുക്കുക. അതിലൂടെ നിത്യതയിൽ എത്തിച്ചേരുക. അതിലൂടെ ഈ ഭൂമിയിൽ സ്വർഗത്തിൽ നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള പ്രതിഫലം, അനുഗ്രഹം അനുഭവിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.